ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ബലേനയുടെ ബേസ് വേരിയന്റ് ആണ്. ഏകദേശം 7 ലക്ഷം രൂപയുടെ അടുത്താണ് ഈ വാഹനത്തിന്റെ ഈ ഒരു ബേസ് സിഗ്മ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. റീസെന്റ് എൻ്റെ ഫാമിലിയിലേക്ക് തന്നെ വന്നൊരു വാഹനമാണ്. എൻ്റെ സിസ്റ്ററാണ് ഈ വാഹനം എടുത്തിരിക്കുന്നത്. ഈ ബഡ്ജറ്റിൽ ഞങ്ങൾ കുറച്ചധികം വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെക്ക് ചെയ്യുകയും ചെയ്ത് നോക്കിയിരുന്നു. അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയൊരു വാഹനമാണ് ബലേനയുടെ ബേസ് വേരിയന്റ്. അപ്പോൾ 7 ലക്ഷം രൂപ ബഡ്ജറ്റിൽ എന്തുകൊണ്ട് ബലേനയുടെ ഈ ബേസ് വേരിയന്റ് എടുത്തു, എന്തുകൊണ്ട് മറ്റു വാഹനങ്ങൾ കൺസിഡർ ചെയ്തില്ല, അതുപോലെ തന്നെ ഈ ബലേനോ ബേസ് വേരിയന്റിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് എന്തെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ റീസൺ ഇതിന്റെ എൻജിൻ തന്നെയാണ്. ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് എൻജിൻ, അത് നമുക്ക് 7 ലക്ഷം രൂപ ബഡ്ജറ്റിൽ കിട്ടുന്നത് ബലേനോയിൽ മാത്രമാണ്. മാരുതിയുടെ ട്രൈഡ് ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1.2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എൻജിൻ. ഇത്രയും ഓടിക്കാൻ രസമുള്ള, ഇത്രയും ഡ്രൈവബിലിറ്റി ഉള്ള വേറൊരു എൻജിൻ ഈ സെഗ്മെന്റിൽ അവൈലബിൾ അല്ല എന്ന് പറയേണ്ടി വരും. വളരെ സൈലന്റ് ആൻഡ് ക്വയറ്റ് ആണ്, എന്നാൽ അത്രയ്ക്ക് ഫ്യൂവൽ എഫിഷ്യന്റുമായിട്ടുള്ള നല്ല അടിപൊളി ഒരു എൻജിനാണ്. ഈ ഒരു എൻജിൻ ഓടിക്കാത്ത, അല്ലെങ്കിൽ ഈ ഒരു എൻജിൻ വെച്ച വാഹനങ്ങൾ ഓടിക്കാത്ത ഇന്ത്യക്കാരുണ്ടാവില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഏതെങ്കിലും ഒരു വാഹനത്തിൽ നിങ്ങൾ ഒരു എൻജിൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഈ വാഹനം വാങ്ങാനുള്ള ഒന്നാമത്തെ റീസൺ. കാരണം ഈ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ വരുമ്പോൾ 4 സിലിണ്ടർ നമുക്ക് കിട്ടുന്നത് പിന്നെ i20 മാത്രമാണ്. i20 വരുമ്പോൾ അത് ഇത്രയും പവർ ഇല്ല, ഓടിക്കാൻ ഇത്രയും രസമുള്ള ഒരു എഞ്ചിൻ അല്ല. പിന്നെ ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി പ്രൈസും കൂടുതലാണ്. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് എഞ്ചിൻ നമുക്ക് ബലേനോയുടെ ഈ ഒരു എഞ്ചിൻ തന്നെയാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ മൈലേജ് തന്നെയാണ്. ഈ സെഗ്മെന്റിൽ ഇത്രയും മൈലേജ് തരുന്ന ഒരു പ്രീമിയം ഹാച്ച്ബാക്ക് വേറെ അവൈലബിൾ അല്ല. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ പറയാം ഓൾട്രോസിന്റെ ഡീസലൊക്കെ കിട്ടുമെന്ന്. ഡീസലിന്റെ ഫ്യൂച്ചർ ഇഷ്യൂസ് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അല്ലാതെ നോക്കുമ്പോൾ ഇപ്പോൾ i20 പോയി കഴിഞ്ഞാൽ i20 മാനുവലിന് ഒരു 13, 12, 13 മൈലേജ് കിട്ടുമ്പോൾ നമ്മൾ ബലേനോയ്ക്ക് റിയൽ ലൈഫിൽ E20 അടിച്ചാൽ കൂടെ 16 തൊട്ട് 18 വരെ മൈലേജ് കിട്ടും. ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ 20 വരെ മൈലേജ് തരുന്ന ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിലുള്ളത്. അതും ഇതിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പോസിറ്റീവാണ്. അതാണ് രണ്ടാമത്തെ റീസൺ. ഇനി അടുത്തൊരു റീസണിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഈ വാഹനത്തിൻ്റെ ആ ഒരു ലുക്കും ഇതിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സും തന്നെയാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയന്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഇതിപ്പോൾ 7 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നമ്മൾ വാങ്ങി, പ്ലസ് ഇതിനകത്ത് ഏകദേശം 70,000 രൂപ വർത്തായിട്ടുള്ള ആക്സസറീസും നമ്മൾ ആഡ് ഓൺ ചെയ്തു. അപ്പോൾ ആ ആക്സസറീസും കൂടി ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു മിഡ് വേരിയൻ്റ് ലുക്കിലേക്ക് അതിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു വാഹനമായിട്ടോ ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ബേസിക് ഫീച്ചേഴ്സ്, അതിപ്പോൾ നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയറിൽ നമുക്ക് ഒരു പ്രൊജക്ടഡ് ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് ലുക്ക് ആണെങ്കിലും അത്യാവശ്യം ആക്സസറീസ് കയറ്റുകയാണെങ്കിൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കിലേക്ക് കൊണ്ടുവരാം. ഇന്റീരിയറിലേക്ക് വന്നാലും നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. അതായത് ഫോട്ടോ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, അതുപോലെ തന്നെ ഒരു സേഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ബേസിക് ആയിട്ട് വേണ്ട എല്ലാ സംഭവങ്ങളും ഇൻക്ലൂഡിങ് ഓട്ടോ AC വരെ ഈ വാഹനത്തിൽ ബേസിക് സ്റ്റാൻഡേർഡ് ഫീച്ചറായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഈ ബഡ്ജറ്റിൽ ഈ ഒരു വാഹനം, ഇതിപ്പോൾ നമ്മളൊരു സെക്കൻഡ് വേരിയന്റ് എടുത്തു, ഓട്ടോമാറ്റിക് വേണ്ടവർ മാത്രമാണ് അടുത്തൊരു വേരിയന്റിലേക്ക് പോകാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അല്ലാത്തവർ മാനുവൽ നോക്കുന്നുണ്ട് എങ്കിൽ ഇതായിരിക്കും ഇതിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു വേരിയന്റ്. ഈ വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂ തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മളിതൊരു ബേസ് വേരിയൻ്റാണ് എടുത്തിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് 5 കൊല്ലം കഴിയുമ്പോൾ കുറച്ചുകൂടി നല്ല ഫീച്ചേഴ്സ് വന്നൊരു ഇലക്ട്രിക് വാഹനം വന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വേറൊരു വാഹനം വന്നു, ഹൈബ്രിഡൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്കൊന്ന് മാറ്റി വാങ്ങണമെങ്കിൽ കൂടെയും നമുക്ക് അത്യാവശ്യം നല്ലൊരു റീസെയിൽ വാല്യൂ തരുന്നൊരു വാഹനം ഈ സെഗ്മെന്റിൽ തന്നെ ബലേനോ മാത്രമാണ്. അടുത്തൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബ്രാൻഡും അതിൻ്റെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റും തന്നെയാണ്. കാരണം ഈ സെഗ്മെന്റിൽ ഏറ്റവും മെയിൻ്റനൻസ് കോസ്റ്റ് കുറവുള്ള ഒരു വാഹനം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത് ബലേനോ മാത്രമാണ്. ഇപ്പോൾ i20 നമ്മളുടെ ആൾട്രോസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിപ്പോൾ സർവീസ് വന്നാൽ പോലും നമുക്കൊരു 3,000-3,500 രൂപയിൽ നമുക്ക് റെഗുലർ സർവീസുകൾ നടത്താം. അതുപോലെ തന്നെ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് കുറവുള്ളൊരു വാഹനം, ഒട്ടും തന്നെ കംപ്ലൈന്റുകൾ ഇല്ലാത്തൊരു വാഹനവും നമുക്ക് ബലേനോ എന്ന് വിളിക്കാം. പിന്നെ മാരുതി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്, കാരണം നമുക്ക് ഇത്രയധികം സർവീസ് സെന്ററുകളും നെറ്റ്വർക്കുകളും അവൈലബിൾ ആണ്. അതും ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഇതിൻ്റെ പോസിറ്റിവിറ്റി നോക്കിയത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിനകത്ത് യാത്രാ കംഫർട്ട്. ഒരു രക്ഷയില്ലാത്ത യാത്രാ കംഫർട്ടാണ്. ഈ ഒരു പ്രീമിയം ഹാച്ച്ബാക്ക് സെഗ്മെന്റിൽ വരുന്നതിൽ ഏറ്റവും ബെസ്റ്റ് യാത്രാ കംഫർട്ട് തരുന്നൊരു വാഹനവുമാണ് നമ്മളുടെ ബലേനോ. അതുപോലെ തന്നെ 5 പേർക്ക് നല്ല സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. യാതൊരു കൺസേണോ കാര്യങ്ങളോ ഇല്ലാത്തൊരു വാഹനം എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. ബലേനോയ്ക്ക് പോസിറ്റീവ്സ് മാത്രമല്ല നെഗറ്റീവ്സും ഉണ്ട്. നമ്മൾ നെഗറ്റീവ് അകത്ത് കയറിയെന്ന് പറയുന്നൊന്നും വിചാരിക്കേണ്ട കാര്യം, പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ടാണ് വാഹനത്തിനകത്തേക്ക് കയറിയത്. നെഗറ്റീവ്സ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ വാഹനത്തിന് കമ്പാരിറ്റീവ്ലി ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവാണ്.
അതൊരു പ്രീമിയം ഹാഷ് ബാക്കാണ്. 170 അടുത്താണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾ വേറൊരു വാഹനം ഓടിച്ച് പരിചയമുള്ള ഒരാളാണ്, അത്യാവശ്യം ഉയരമുള്ളൊരു വാഹനം ഓടിച്ച് പരിചയമുള്ള ആളാണെങ്കിൽ നമ്മുടെ നാട്ടിലെ റോട്ടിൽ കൂടെ സൂക്ഷിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ ഇതിൻ്റെ അടി തട്ടാനായിട്ടുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അത് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് പറയാം. രണ്ടാമത്തെ ഒരു നെഗറ്റീവ് എനിക്ക് ഏറ്റവും ഒരു ബിഗ്ഗസ്റ്റ് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത്, ഇതിപ്പോൾ ഒരു ബേസ് വേരിയൻ്റ് ആണ്. ബേസിക്കായിട്ട് വേണ്ട കുറച്ചധികം ഫീച്ചേഴ്സ് ഇതിനകത്ത് മിസ്സിംഗ് ആണ്. അതിനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഇപ്പോൾ പൊക്കം കുറഞ്ഞ ഒരാളാണെങ്കിൽ ആൾക്ക് ഒട്ടും റോഡ് കണ്ടു ഓടിക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ അതിനൊരു ആക്സസറി ആയിട്ട് ചെയ്യണമെങ്കിൽ ഏകദേശം 15,000 രൂപയുടെ അടുത്ത് കോസ്റ്റും കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ബേസിക്കായിട്ട് വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിനായിട്ട് മിസ്സിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു സിമ്പിളായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ, സാധാരണ മാരുതി വാഹനങ്ങൾ നമ്മൾ ലോക്ക് ആൻഡ് അൺലോക്ക് ചെയ്യുമ്പോൾ ഒരു ബഫർ സൗണ്ട് കേൾക്കും. ഇത് ബേസ് വേരിയൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആ ബഫർ സൗണ്ടാണ് ഇതിനകത്ത് നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. അതൊക്കെ ചെറിയ, നമ്മളിപ്പോൾ പുറത്തുനിന്ന് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 500 രൂപ പോലും കോസ്റ്റ് വരാത്തൊരു സംഭവമാണ്. പക്ഷേ അത് പുറത്തുനിന്ന് നമ്മൾ ആക്സസറി ആയിട്ട് ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വാറണ്ടീനെ ബാധിക്കും. അതും ഒരു കൺസേൺ ആണ്. അതുകൊണ്ടാണ് പലരും അത് ഈ വാഹനത്തിൽ നമ്മളത് ചെയ്തിട്ടില്ല. അങ്ങനെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ഇതിനകത്ത് മിസ്സിംഗ് ആണ്. അത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് പറയാം. ഇപ്പോൾ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറയാനുള്ള റീസൺ, ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ റിവ്യൂ ചെയ്ത നിയോസിൻ്റെ ബേസ് വേരിയൻറ്റ്, അതും 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. അതിന് 6 ലക്ഷം രൂപ താഴെയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നുള്ളൂ. ആ ബേസ് വേരിയൻറ്റ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സും നമുക്ക് ആ വാഹനത്തിലും കാണാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണെന്ന് പറയാം. പിന്നെ അടുത്തൊരു നെഗറ്റീവ് എന്ന് പറയാൻ പാകത്തുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എക്സ്പെൻസീവാണ്. കാര്യം ഇതിപ്പോൾ ബേസ് വേരിയൻ്റ് ആണ്, 7 ലക്ഷം രൂപയുടെ അടുത്താണ് പ്രൈസ് വരുന്നത്. ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏകദേശം 8.25 ലക്ഷം രൂപ, അതായത് ഒരു 8,70,000 രൂപയുടെ അടുത്താണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ആ 8,70,000 രൂപയ്ക്ക് ഇതിൻ്റെ ഓട്ടോമാറ്റിക്കിനേക്കാളും നല്ല വാഹനങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിയോസിൻ്റെ ടോപ്പ് എൻഡ് നമുക്ക് ആ ഒരു പ്രൈസിന് കിട്ടും. സ്പോർട്ട് ഓപ്ഷണൽ വേരിയൻ്റ് ഒക്കെ ലഭിക്കും ഓട്ടോമാറ്റിക്. അതല്ല 7.5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു 760 നമുക്ക് ഈ സെയിം എഞ്ചിൻ വെച്ചുള്ള ഇതിനേക്കാളും ഫീച്ചേഴ്സ് ഉള്ള വാഗണാർ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. നമ്മൾ വാഗണാറിൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് നമ്മൾ പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ്. കാരണം ആ ഒരു ബഡ്ജറ്റിന് നിങ്ങൾക്ക് കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കാർ വേണമെങ്കിൽ വാഗണാറെന്ന് നമുക്ക് പറയാം ആ ഒരു പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് കുറച്ച് എക്സ്പെൻസീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതും വേണമെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഒരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാം. കാര്യം ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കിലേക്ക് പോയി 1.5 ലക്ഷം രൂപയുടെ അടുത്താണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അഡീഷണലി കിട്ടുന്നൊരു മ്യൂസിക് സിസ്റ്റവും പിന്നെ സ്റ്റീരിംഗ് മൗണ്ടർ കൺട്രോൾ പോലെയുള്ള കുറച്ച് സംഭവങ്ങളെ നമുക്ക് അഡീഷണൽ കിട്ടുള്ളൂ. നമ്മുടെ മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഒരു 50,000-60,000 രൂപയ്ക്ക് ആക്സസറി ചെയ്യാവുന്ന സംഭവമാണ്. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നമ്മൾ സെക്കൻഡ് വേരിയൻ്റായ ഡെൽറ്റ വേരിയൻ്റ് എടുക്കണം. ആ ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോൾ ഏകദേശം 1.5 ലക്ഷം രൂപ എക്സ്പെൻസീവാണ്. അതും വേണമെങ്കിൽ നമുക്കൊരു നെഗറ്റീവായിട്ട് പറയാം. അപ്പോൾ ഇതാണ് ബലേനയുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്താനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ബലേനയുടെ ഒരു ഫേസ് ലിഫ്റ്റ് റീസെൻ്റ്ലി വരും എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഒന്ന് പ്രൈസ് കൂടും. ഓൾറെഡി ബലേനയുടെ പ്രൈസിൽ ചെറിയൊരു ഹൈക്ക് വന്നിട്ടുണ്ട്. നമ്മളുടെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള സീറ്റ വേരിയൻറ്റിന് 50,000 രൂപ വരെ, 35,000 തൊട്ട് 50,000 രൂപ വരെ പ്രൈസ് ഹൈക്കാണ് വന്നിരിക്കുന്നത് ഓൺ റോഡിലേക്ക് വരുമ്പോൾ. എക്സ്ഷോറൂം പ്രൈസ് തന്നെ ഏകദേശം 30,000 രൂപയുടെ അടുത്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസ് ഹൈക്കും കൂടി വന്ന സ്ഥിതിക്ക് ഇനി പുതിയ ബലേനോ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സ്വിഫ്റ്റിലേക്കുള്ള 3 സിലിണ്ടർ എഞ്ചിൻ വരുമോ എന്നൊരു സംശയം പലർക്കുമുണ്ട്. അത് മാരുതി ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. അടുത്ത മാസം ഏതാണ്ട് 5-ാം തീയതിയോട് കൂടിയാണ് ബലേനയുടെ ലോഞ്ച് കാര്യങ്ങൾ മാരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ലോഞ്ച് ചെയ്താലായിരിക്കും അതിൻ്റെ കറക്റ്റ് സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ 7 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് നല്ല യാത്രാ കംഫർട്ടുള്ള, നല്ലൊരു എൻജിനുള്ള, ഓടിക്കാൻ നല്ല രസമുള്ള ഒരു പ്രീമിയം ഹാഷ് ബാക്ക് മതി. അതായത് SUV സെഗ്മെൻറ്റിലൊരു വാഹനമൊന്നും നോക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കാറാണ്. ഇപ്പോൾ പ്രീമിയം ഹാഷ് ബാക്കോ സെഡാനൊക്കെ നോക്കുന്നവർക്ക് വേണമെങ്കിൽ ബലേനോ വേണമെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം വേണ്ട ആക്സസറീസ് എല്ലാം ഷോറൂമിൽ നിന്ന് ചെയ്തതാണ്. അത് നമ്മൾ കാണിക്കുന്നില്ല. ഇപ്പോൾ പുറത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് ക്രോം ഇൻസൈഡ് കാര്യങ്ങളാണ്. പിന്നെ ഒരു വീൽ കവർ ചെയ്തു. അകത്തേക്ക് വരുമ്പോൾ നമ്മളൊരു 10 ഇഞ്ചിൻ്റെ മ്യൂസിക് സിസ്റ്റം വിത്ത് 4 സ്പീക്കർ, റിവേഴ്സ് ക്യാമറയും ചെയ്തു. അതാണ് ബേസിക്കായിട്ട് ചെയ്തിരിക്കുന്ന ആക്സസറീസ്. പിന്നെ കൂൾ ഫില്ലിംഗ് കാര്യങ്ങൾ ഒട്ടിച്ചു. അപ്പോൾ മൊത്തം ആക്സസറീസിനായിട്ട് നമുക്ക് കോസ്റ്റ് വന്നിരിക്കുന്നതാണ് ഏകദേശം 60,000 തൊട്ട് 70,000 രൂപ വരെ, ഇൻക്ലൂഡിങ് ഫ്ലോർ മാറ്റ് ആൻഡ് എവറിത്തിങ്. ഇപ്പോൾ നമ്മൾ ആ ആക്സസറീസ് എല്ലാം ചെയ്ത് ഷോറൂമിൽ നിന്ന് തന്നെയാണ്. പുറത്തുനിന്ന് അന്വേഷിച്ചപ്പോൾ ഏകദേശം ഒരു 10,000 രൂപ ഇല്ല, ഒരു 5,000-6,000 രൂപയുടെ കുറവാണ് ഉണ്ടായത്. ആദ്യം 10,000 രൂപ കുറവ് വന്നിരുന്നു, മീൻസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഷോറൂമിൽ ഒരു ഡിസ്കൗണ്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നും വന്നില്ല. പക്ഷേ വാറണ്ടീൻ്റെ കാര്യങ്ങളൊന്നും ബാധിക്കാത്ത രീതിയിൽ അത് നമുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് വാഹനമാണ്. അതല്ല നിങ്ങൾ ഓട്ടോമാറ്റിക്കാണ് നോക്കുന്നതെങ്കിൽ ഐദർ സീറ്റ ഓട്ടോമാറ്റിക് എടുക്കുക, അതാണ് ബെസ്റ്റ്. അല്ലെങ്കിൽ ആൽഫ ഓട്ടോമാറ്റിക്കിലേക്ക് പോവാം. ഓക്കെ,
അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മാരുതി റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. മാരുതിയിൽ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബലേനയ്ക്കൊക്കെ 2 മാസം വരെയൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ ബലേന വന്നതുകൊണ്ട് പഴയതിൻ്റെ പ്രൊഡക്ഷൻ പഴയ പോലെ വരുന്നില്ല എന്നും കേൾക്കുന്നുണ്ട്. ലിമിറ്റഡ് വേരിയൻറ്റുകളാണ് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ബലേനയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.